സൂറ അൽ ജാസിയ ഖുർആനിലെ എത്രാമത്തെ അദ്ധ്യായമാണ്? 45-ാമത്തെ അദ്ധ്യായം. എത്ര ആയത്തുകളാണ് സൂറ അൽ ജാസിയയിലുള്ളത്? 37. സൂറ അൽ ജാസിയയുടെ അവതരണം എവിടെയാണ്? മക്കയിൽ. തഫ്ഹീമുൽ ഖുർആൻ എത്രാമത്തെ വാല്യത്തിലാണ് സൂറ അൽ ജാസിയ ഉൾപ്പെട്ടിട്ടുള്ളത്? 4-ാം വാല്യം. അവതരണക്രമമനുസരിച്ച് എത്രാമത്തെ സൂറത്താണ് സൂറ അൽ ജാസിയ? 64-ാമത്തെ. എത്രാമത്തെ ആയത്തിൽ നിന്നാണ് സൂറ അൽ ജാസിയക്ക് ആ നാമം ലഭിച്ചത്? 28-ാമത്തെ വതറ കുല്ല ഉമ്മതി ജാസിയ എന്ന ആയത്തിൽ നിന്നും. ജാസിയ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? മുട്ടുകുത്തി വീണുകിടക്കുന്നത്. സൂറ അൽ ജാസിയയിലെ പ്രധാന വിഷയങ്ങൾ ഏതെല്ലാം? തൗഹീദ്, ആഖിറത്ത്. ഏത് സൂറത്തിൻ്റെ അവതരണ കാലത്തോടടുത്താണ് സൂറത്ത് അൽ ജാസിയ അവതരിച്ചത്? സൂറ അദ്ദുഖാൻ 44-ാം അദ്ധ്യായം. സൂറത്ത് അൽ ജാസിയ ആരംഭിക്കുന്നത് എന്തിൻ്റെ തെളിവുകൾ വിവരിച്ചുകൊണ്ടാണ്? ഏകദൈവ വിശ്വാസത്തിൻ്റെ. സൂറ അൽ ജാസിയയുടെ മറ്റു നാമങ്ങൾ എന്തെല്ലാം? ഹാമീം, ജാസിയ, ശരിയ, അദ്ദഹർ. ഹാമീം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾക്ക് പൊതുവെ പറയുന്ന പേര് എന്താണ്? ഹവാമീൻ. അൽ ഹുറൂഫുൽ മുഖത്താ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറത്തുകളാണ് ഖുർആനിലുള്ളത്? 29. ഖുർആനിൽ എത്ര ഹവാമീൻ സൂറത്തുകളാണുള്ളത്? അവ ഏതെല്ലാം? 7. സൂറത്തുൽ ജാസിയ, സൂറത്തുൽ അഹ്കാഫ്, സൂറത്തുൽ ദുഹാൻ, സൂറത്തു ഷൂറ, സൂറത്തു സുഹ്റുഫ്, സൂറത്തു ആഫിർ, സൂറത്തു ഫുസ്സിലത്ത്. ഏതെല്ലാം പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് സൂറ അൽ ജാസിയയുടെ ആദ്യ ആയത്തുകളിൽ പറയുന്നത്? ആകാശം, ഭൂമി, മനുഷ്യൻ, ജീവജാലങ്ങൾ, കാറ്റ്, മഴ, രാവ്, പകൽ. സൂറത്ത് അൽ ജാസിയയിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തിനുള്ള തെളിവുകൾ സ്ഥാപിക്കാൻ ഉപയോഗപ്പെടുത്തിയത് എന്ത്? പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ. കഴിഞ്ഞുപോയ ഏത് സമുദായത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ പിൻപറ്റരുതെന്നാണ് സത്യവിശ്വാസികളോട് ഈ സൂറത്തിൽ ആവശ്യപ്പെടുന്നത്? ഇസ്രായേല്യരുടെ. സൂറത്ത് അൽ ജാസിയയുടെ ആദ്യ ആയത്തുകളിൽ പരാമർശിക്കുന്ന അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഏതെല്ലാം? അൽ അസീസ്, അൽ ഹക്കീം. സൂറ അൽ ജാസിയക്ക് സൂറത്തു ശരിയ എന്ന പേര് ലഭിച്ചത് എത്രാമത്തെ ആയത്തിൽ നിന്നാണ്? 18-ാമത്തെ ആയത്തിൽ നിന്ന്. സൂറ അൽ ജാസിയക്ക് സൂറത്തു ദഹർ എന്ന പേര് ലഭിച്ചത് എത്രാമത്തെ ആയത്തിൽ നിന്നാണ്? 24-ാമത്തെ ആയത്തിൽ നിന്നും.